ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ കാസർഗോഡ് കടപ്പുറത്ത് നിർമ്മിക്കുന്ന 100 കോടിയോളം രൂപയുടെ പദ്ധതിയുടെ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ വീഡിയോ തുടങ്ങി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഇപ്പം നിലവിൽ അത് ഓരോ ഘട്ടങ്ങളിലായിട്ടാണ് ഈ 100 കോടി ചിലവാക്കുക എന്നുള്ളത്. ഏകദേശം 100 കോടിയോളം വരും. ഇപ്പം നിലവിൽ ഫസ്റ്റ് ഈ അഴിമുഖത്തേക്ക് 2 സൈഡിലേക്കും കല്ലിട്ട പ്രവൃത്തി മുമ്പ് കഴിഞ്ഞതാണ്. അതിനുശേഷം പിന്നെ കാസർഗോഡ് ഹാർബർ വർക്ക്, അതായത് ഈ അഴിമുഖത്ത് കല്ലെടുത്തതും ഹാർബർ വർക്കും കൂടി ഏകദേശം 32-40ഓളം കോടിയിലാണ് ആ വർക്ക് നേരത്തെ കഴിഞ്ഞത്. പിന്നെ അതിനുശേഷം ഇവിടെ അപകടങ്ങൾ തുടർ സംഭവമായതിനാൽ അഴിമുഖത്ത് വള്ളങ്ങൾ മറിഞ്ഞ് മത്സ്യത്തൊഴിലാളികൾ മരിക്കാനിടയായ കുറേ സംഭവങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുകയും മരിക്കാനിടയായ കുറേ സംഭവങ്ങൾ നടന്നതിന് ശേഷം ഇവിടത്തേക്ക് വീണ്ടും പൈസ, അതായത് ഈ ബ്രേക്ക് വാട്ടർ നിർമ്മാണം, പുളിമുട്ട് നിർമ്മാണത്തിന് വേണ്ടി ഫസ്റ്റ് 18 കോടി ഒരു ഘട്ടത്തിൽ ചിലവാക്കി. പിന്നീട് ഇപ്പോൾ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏകദേശം 44 കോടി 15 ലക്ഷം രൂപ ഇവിടെ വീണ്ടും ഒരു പദ്ധതി കൂടി ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പുളിമുട്ട് നിർമ്മിക്കുന്ന പ്രവൃത്തികൾ ഇപ്പോൾ നടന്നു വരികയാണ്. അപ്പോൾ നേരത്തെ ഏകദേശം 8 മാസം മുമ്പ് നിർമ്മിച്ചതാണ് ഈ ഒരു ഭാഗം. അതായത് ഇവിടുന്ന് ഇപ്പോൾ കാണുന്നുണ്ടല്ലോ ആ ഭാഗം. നേരത്തെ ഇപ്പം ആ വളക്കുന്ന ഭാഗം ഇപ്പോൾ അടുത്ത് ഒരു മാസം കൊണ്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. 1.5 മാസമായി അതിൽ വീണ്ടും വർക്ക് തുടങ്ങിയത്. അപ്പോൾ അത് 44 കോടി 15 ലക്ഷം രൂപ പദ്ധതിയിൽപ്പെട്ട ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 100 കോടിയോളം രൂപ ഈ കാസർഗോഡ് കടപ്പുറം ഹാർബറിലേക്ക് ഗവൺമെൻറ് ചിലവാക്കി. 2 ഗവൺമെൻറ് കൂടിയാണ് ചിലവാക്കുന്നത്. ഇപ്പോൾ നിലവിൽ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പ്രകാരം നിന്നുള്ള പദ്ധതിയാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം കാസർഗോഡ് ഹാർബറിൻ്റെ ഭാഗത്ത് ഈ നിലവിൽ ഇപ്പോൾ 2-3 കെട്ടിടങ്ങൾ വീണ്ടും നിർമ്മിക്കുന്ന പ്രവൃത്തികളും നടന്നു വരികയാണ്. ഇപ്പോൾ കാസർഗോഡിൻ്റെ ഇപ്പോൾ ഇതൊക്കെ ഓൺ ചെയ്താൽ, അതായത് പ്രവൃത്തികൾ കഴിഞ്ഞ് ജനങ്ങൾക്ക് സമർപ്പിച്ചാൽ ഇത് കാസർഗോഡിൻ്റെ ഒരു നായികക്കല്ലായിട്ട് മാറും. ഈ ഹാർബർ നല്ല കുമ്പള, മഞ്ചേശ്വരം, അതിൽ കുമ്പള, മൊഗ്രാൽ, പുത്തൂർ ഭാഗത്തു നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾക്കും ഈ ബേക്കൽ, തൃക്കണ്ണാട്, പിന്നെ കോട്ടിക്കുളം ഭാഗത്തുള്ള മത്സ്യത്തൊഴിലാളികൾക്കും ഏറെ ഉപകാരമായി, അതായത് കീഴൂരുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ഏറെ ഉപകാരമായിട്ട് കിട്ടുന്ന ഒരു പദ്ധതിയും കൂടിയാണിത്. ഇപ്പം നിലവിൽ പലവിധ അപകടങ്ങൾ, അതായത് ഈ കാലവർഷ സമയത്ത് കാറ്റും കോളും ഒക്കെ ഉണ്ടാകുമ്പോൾ അഴിമുഖത്ത് വലിയ അപകടങ്ങൾ പതിവായ ഒരു സംഭവമാണ്. ആയതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതിയിലൂടെ ചിലപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. ഭാവിയിൽ എന്താവും എന്നുള്ള അത് കണ്ടറിയാം. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ കാസർഗോഡ് ഹാർബർ ഭാഗത്ത് പല കെട്ടിടങ്ങളും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതിൻ്റെ കെട്ടുന്ന പ്രവൃത്തികളാണ് ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ കെട്ടിടം നേരത്തെ ഈ ലാൻഡിങ് സെൻറ്ററൊക്കെ നേരത്തെ നിർമ്മിച്ചതാണ്, കഴിഞ്ഞ പദ്ധതിയിൽ നിർമ്മിച്ചതാണ് ഈ കാസർഗോഡ് ഹാർബറിൻ്റെ ലാൻഡിങ് സെൻറ്ററൊക്കെ. അതിനുശേഷം ഉള്ള പുതിയ പദ്ധതിയിൽ ഈ 2-3 കെട്ടിടങ്ങൾ വീണ്ടും നിർമ്മിച്ച് വരുന്ന പ്രവൃത്തികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ക്വാറിയിൽ നിന്ന് കല്ലുകൾ ദിവസം കുറേ ലോഡുകൾ കൊടുന്ന് കൂട്ടിയിടുന്നതാണ് ആ കല്ല് കൂട്ടിയിടുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണാം, ഇപ്പോൾ നിലവിൽ പുതിയ കെട്ടിടങ്ങൾ അവിടെ വരുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫൗണ്ടേഷൻ കഴിഞ്ഞ് ഏകദേശം ഉയർത്തിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം കെട്ടിടം ഉയർന്ന് വരുന്നുണ്ട്. അപ്പം അപ്പുറത്തും ഒരു കെട്ടിടം വീണ്ടും വരുന്നുണ്ട്, കാണാം. അപ്പം നല്ല ഒരു മത്സ്യത്തൊഴിലാളിക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു പദ്ധതി കൂടിയാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ നിലവിൽ നടക്കുന്ന പ്രവൃത്തിയുടെ ഫണ്ടിങ് ഏജൻസി PMMSY ആണ്. അതായത് പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതിയാണ്. ഇപ്പോൾ അവസാന ഘട്ടത്തിൽ ഈ ടെട്രോപാഡൊക്കെ
വിരിച്ചായിരിക്കും ഇതിൻ്റെ നിർമ്മാണം നടക്കുക. ഇപ്പോൾ നിലവിലിപ്പോൾ നാച്ചുറൽ സ്റ്റോൺ ആണ് ഇപ്പോൾ കൊണ്ടുപോയിട്ട് സ്പെൻഡ് ചെയ്യുന്നുള്ളത്, ഇത് ഡംപ് ചെയ്യുന്നുള്ളത് അവിടെ. ഇപ്പോൾ നാച്ചുറൽ സ്റ്റോൺ ആണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ട് ഡംപ് ചെയ്യുന്നുള്ളത്. അതിനുശേഷമാണ് ഈ ടെട്രോപാഡൊക്കെ ഇട്ട് അതിൻ്റെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുക. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങൾക്ക് ഏകദേശം കണ്ടിട്ടുണ്ടാവും വിഴിഞ്ഞം ഹാർബർ വിഴിഞ്ഞം പോർട്ട് നിർമ്മാണത്തിൻ്റെ ടെട്രോപാഡൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് ഈ ഭാഗത്ത് ഈ ബ്രേക്ക് വാട്ടറിന് വേണ്ടിയിട്ട് നിർമ്മിക്കുന്നത്. ഈ ടെട്രോപാഡ് ഇട്ടിട്ടാണ് അവസാനം ഈ കടലിൻ്റെ ഭാഗത്തേക്ക് ടെട്രോപാഡ് ഇട്ടിട്ടാണ് വെള്ളത്തിന് ഈ ബ്രേക്കിംഗ് ഈ സിസ്റ്റം ഉണ്ടാക്കുന്നത്. അപ്പം ഇപ്പം ഭാഗത്തിടെ കെട്ടിടങ്ങൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പം ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തിമിംഗല സ്രാവിനെ സംരക്ഷിക്കുന്ന ഒരു തരം പുള്ളി സ്രാവുണ്ട് ഏകദേശം ചില ഒഴുക്ക് തോണിക്കാർക്കെല്ലാം കിട്ടുന്ന ഒരു സ്രാവും കൂടിയാണ്. അതിന് അപ്പോൾ തന്നെ ഇത് കടലിൽ നിന്ന് നിങ്ങൾക്ക് ഇത് കരയിൽ അടിയുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കടലിലേക്ക് നീക്കണം എന്നാണ്. അതിനെ സംരക്ഷിക്കാൻ ഉള്ള ഒരു ബോർഡാണ് അവിടെ അവിടെ വെച്ചിട്ടുള്ളത്. അപ്പം നിലവിൽ ഇതിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നടന്ന പ്രവൃത്തിയാണിത്. ഇപ്പോൾ കഴിഞ്ഞ പദ്ധതിയിൽ ഏകദേശം 18 കോടി പദ്ധതിയിൽ നടന്നതാണ് ഈ ഭാഗം. അപ്പം അത് ഏകദേശം കഴിഞ്ഞ് 8 മാസം കഴിഞ്ഞതിന് ശേഷമാണ് പുതിയ പൈസ പാസ്സായത്. അതായത് 42 കോടി 15 ലക്ഷം രൂപ പാസ്സായത്. ഇപ്പോൾ നിലവിൽ ഈ കല്ലിനെ നീളത്തിൽ വളച്ച് കൊണ്ടുവന്ന് കീഴൂർ ഭാഗത്തേക്കുള്ള, അതായത് തെക്ക് ഭാഗത്തേക്ക്, ഇവിടുന്ന് തെക്ക് വശത്തേക്കുള്ള കല്ലിലേക്കാണ് ഈ വളച്ച് കൊണ്ടുവരുന്നത്. അതായത് കല്ലിൻ്റെ പുറം ഭാഗത്തേക്കാണ് കല്ല് നീട്ടിക്കൊണ്ടുവരുന്നുള്ളത്. ഏകദേശം 400-500 മീറ്ററോളാണ് ഇപ്പോൾ ഈ ഭാഗത്ത് കല്ലിടാൻ ഉള്ളത്. ടിപ്പറിൽ നാച്ചുറൽ സ്റ്റോൺ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് കീഴൂർ ഭാഗത്തേക്കാണ് ഈ ക്രോസായിട്ട് വളച്ച് കൊണ്ടുവരുന്നുള്ളത്. ഇവിടുന്നാണ് വളവ് സ്റ്റാർട്ടാകുന്നത്. അത് കീഴൂർ ഭാഗത്തേക്കാണ് ഈ വളവ് കൊണ്ടുവരുന്നത്. ഏകദേശം 400-500 മീറ്ററോളം ഇതിൻ്റെ കല്ല് ഇടേണ്ടി വരും ഈ ഭാഗത്തേക്ക്. അപ്പം ഈ കടലിൽ വരുന്ന വലിയ വലിയ തിരമാലകൾ അത് ആ കല്ല് തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കല്ല് ഇട്ട് വരുന്നുള്ളത്. കീഴൂർ ഭാഗത്തെ കല്ലാണ് അത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കീഴൂർ ഭാഗത്തെ കല്ലിൻ്റെ ഭാഗത്തേക്കാണ് ഇപ്പോൾ അവിടുന്ന് വളച്ച് കൊണ്ടുവരുന്നുള്ളത്. അപ്പം നിലവിൽ ഇപ്പോൾ നല്ല വേലിയേറ്റ സമയം കൂടിയാണ്. അപ്പം ഇത് കാസർഗോഡ് ഭാഗത്തെ കല്ലാണ് ഇപ്പോൾ ഈ ഭാഗത്ത് കാണുന്നത്. മറ്റേത് ഇപ്പോൾ തിരമാല പൊട്ടുന്ന കാണുന്നുണ്ടല്ലോ കല്ലിലേക്ക് കയറുന്നത്, കീഴൂർ ഭാഗത്തെ കല്ലിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കീഴൂർ ഭാഗത്ത് മത്സ്യത്തൊഴിലാളികൾ ലാൻഡ് ചെയ്യുന്ന ഭാഗം കൂടിയാണ് ഇപ്പോൾ നിങ്ങൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കാലവർഷം ശക്തി പ്രാപിച്ചതിനാൽ തന്നെ മത്സ്യത്തൊഴിലാളികൾ ആരും
ഒരു കടലിലേക്ക് പോകുന്ന ഇത് കുറവാണ്. എന്നാലും ചില മത്സ്യത്തൊഴിലാളികൾ ഇപ്പോഴും രാവിലെ പോയി പെട്ടെന്ന് വരുന്ന ഒരു പ്രവൃത്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ചന്ദ്രഗിരി പുഴ ഏകദേശം കർണാടക മടിക്കേരി ഭാഗത്തു നിന്ന് വരുന്ന പുഴയാണ് ഇവിടെ വന്ന് അറബിക്കടലിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് റെയിൽവേ പാലമാണ്. ഇപ്പോൾ ചന്ദ്രഗിരി പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽവേ പാലമാണ് ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ പഴയ ഹാർബറും കൂടി നിങ്ങൾക്ക് കാണാം. തളങ്കര ഭാഗത്തെ നേരത്തെ ഉണ്ടായ അത് ഏകദേശം 88-90 കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്ന ഹാർബറാണ് ഇപ്പോൾ ഏകദേശം കാലക്രമേണ അത് തകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിലവിൽ അതിനെ സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കീഴൂർ ഭാഗത്തെ മത്സ്യത്തൊഴിലാളിക്ക് വളരെ പെട്ടെന്ന് ഈ മത്സ്യം കൊണ്ട് കാസർഗോഡ് മാർക്കറ്റിലേക്ക് എത്തിച്ചേരാൻ പറ്റിയ ഒരു ഹാർബറും കൂടിയാണ് ഇപ്പോൾ നിങ്ങൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തളങ്കര ഭാഗത്തെ ഹാർബർ, പഴയ ഹാർബർ 88-90 കാലഘട്ടത്തിൽ വളരെ കൂടുതൽ ബോട്ടുകളും മറ്റും ഈ ഹാർബറിലായിരുന്നു മീൻ ലാൻഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. മീനും കൊണ്ട് ഫിഷിംഗ് ബോട്ടുകൾ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഭാഗത്തായിരുന്നു. തളങ്കര ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണാം പുഴ നല്ല പുഴയിലെ വെള്ളം നല്ല കലങ്ങി വരുന്നുണ്ട്. ഇപ്പം അതായത് കർണാടക നല്ല മഴ, അതായത് കിഴക്ക് ഭാഗത്ത് നല്ല മഴ പെയ്തതിനാൽ തന്നെ ഇപ്പോൾ പുഴയിലെ വെള്ളം നല്ല കലക്കായിട്ട് വരുന്നുണ്ട്. പക്ഷെ വളരെ വലിയ തോതിലൊന്നും വലിയ മഴ പെയ്തിട്ട് കാണുന്നില്ല. കാരണം വലിയ തോതിൽ കിഴക്ക് ഭാഗങ്ങളിൽ മഴ പെയ്താൽ ഇതിനപ്പുറം വെള്ളം ഇതിൽ ഒലിച്ച് വരേണ്ടതാണ്. പക്ഷേ അതൊന്നും ഇപ്പോൾ ഇതുവരെ വലിയ മഴ ഈ ഭാഗത്ത് കാസർഗോഡ് ഭാഗത്ത് കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. അതായത് കാസർഗോഡ് കിഴക്കൻ മേഖലയിൽ നല്ല മഴ വെൽങ്ങനെ പെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. ഇവിടുന്നാണ് ഈ കടലിലേക്ക്, ഈ അറബിക്കടലിലേക്ക് ചന്ദ്രഗിരി പുഴ സംഗമിക്കുന്നത്. കാണാം ഇതിനുള്ള കല്ലുകൾ രണ്ട് സൈഡും ഈ അഴിമുഖം അങ്ങും ഇങ്ങും മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് സൈഡ് കല്ലുകളിട്ട് ഭിത്തി നിർമ്മിക്കുന്നത്. ഇപ്പോൾ തളങ്കര ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കീഴൂരിലെ മത്സ്യത്തൊഴിലാളികൾ ഫിഷിംഗ് ലാൻഡിങ് ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. ഇവിടുന്ന് ഒഴുക്ക് വല, പിന്നെ അങ്ങനെയുള്ള വളക്കുന്ന വല, അങ്ങനെ കുറേ വലക്കാർ ഇവിടെ ഉണ്ടാകുന്നു. കീഴൂരിൽ മൊത്തം ഏകദേശം ഒരു 100-150ഓളം മത്സ്യത്തൊഴിലാളി വള്ളങ്ങൾ ഇവിടെ നിലവിലുണ്ട്. ഇപ്പം കൂടുതലും കീഴൂർ ഭാഗത്ത് കൂടുതലും മത്സ്യത്തൊഴിലാളികളാണ് താമസിക്കുന്നത്. ഇപ്പം തീരദേശ ഗ്രാമമായതിനാൽ തന്നെ ഇവിടെ ഒരു കോസ്റ്റൽ പോലീസ് ഹെഡ് പോസ്റ്റ് ഉണ്ട്, മത്സ്യ ഭവനുണ്ട്, അങ്ങനെയുള്ള കുറേ സെൻറ്ററുകൾ ഇവിടെ ഭാഗത്തുണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോൾ വള്ളങ്ങൾ പണിക്ക് പോകാത്തതിനാൽ തന്നെ ഈ മേലെ കരയിൽ കയറ്റി വെച്ച നിലയിലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല മനോഹരമായ കീഴൂരിൽ നിന്ന് മനോഹരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വീഡിയോ ഒന്ന് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരണം.
അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തും സപ്പോർട്ട് ചെയ്തില്ല. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടേക്ക് കെയർ, ബൈ ബൈ.